മന്ത്രിമാരുടെ അടക്കമുള്ള സംഘങ്ങൾ ഇവിടേക്ക് വന്നു. മന്ത്രി റിയാസും മിനിസ്റ്റർ വാസവനുമൊക്കെ ഇവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരച്ചിൽ ഏകദേശം പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ കാണുന്ന ഇത്തരത്തിൽ ഇതുപോലൊരു 4-5 ജലാശയങ്ങൾ, ചെറിയ കുളങ്ങളും അതേപോലെ തന്നെ കിണറുകളും അടക്കം ചില ജലാശയങ്ങൾ ഈ പറമ്പിനുള്ളിലുണ്ട്. ഒരു പാടത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിനുള്ളിൽ ചില കിണറുകളടക്കമുള്ള ജലാശയങ്ങൾ കൂടിയുണ്ട്. അവിടങ്ങളിൽ കൂടി അവസാന ഘട്ടത്തിലുള്ള പരിശോധന നടത്തുകയാണ്. ഈ പരിശോധന നടത്തുന്നത് വലിയ ഉയരത്തിൽ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ ചിന്നി പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലേക്കും തെറിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീട് ഇവിടെ നിന്നൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 1/2 കിലോമീറ്റർ മാറിയാണ്. അത്തരത്തിലുള്ള ചില വീടുകളിലേക്ക് പോലും ആ വീടിൻ്റെ പരിസരങ്ങളിലേക്ക് പോലും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ തെറിച്ച് എത്തി അത് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥലത്തെ ജലാശയങ്ങൾക്കുള്ളിൽ കൂടി പരിശോധന നടത്തുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ പരിശോധന നാളെ വീണ്ടും പുനരാരംഭിക്കും. ഈ ജലാശയങ്ങൾക്കുള്ളിലും ഇത്തരത്തിൽ എന്തെങ്കിലും ബോഡി പാർട്സ് കണ്ടെത്താനൊരു സാധ്യത കൂടി എല്ലാവരും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു പരിശോധന ഇപ്പോൾ സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഈ അപകടം നടന്ന ഈ വെടിക്കൊട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന ഷെഡുകൾ അടക്കം ഇരിക്കുന്ന പ്രദേശത്തെ പരിശോധനകൾ വെളിച്ചക്കുറവിനെ തുടർന്ന് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് തൊട്ട് ചേർന്നുള്ള പാടത്തോട് ചേർന്നുള്ള കുളത്തിലാണ് ഇപ്പോൾ സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം പലതരത്തിലും ദുർഘടമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം, ആശുപത്രിയിൽ നിന്നുള്ള കണക്കുകൾ മന്ത്രിമാർ സഹിതമുള്ള ആളുകൾ പറഞ്ഞപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ എത്തിച്ചേർന്ന ആളുകളുടെ അല്ലെങ്കിൽ ബോഡി പാർട്സായി വന്നിട്ടുള്ള മൃതദേഹ അവശിഷ്ടങ്ങളടക്കം അത് കണക്കെടുത്തുകൊണ്ടൊരു അന്തിമമായിട്ടുള്ള തീർപ്പിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിലേക്ക് ഒരു നിശ്ചയിക്കുന്നതിന് ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി നാളെ മുതൽ DNA പരിശോധനകൾ തന്നെ ആയിരിക്കും വേണ്ടി വരിക. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോഴും ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.